കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അടിയനിങ്ങനെ ഒരു അവസരം തന്ന പ്രിയ പാസ്റ്ററോടും ദൈവസഭയോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. വർഷങ്ങൾ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഞാനിവിടെ വന്നിരുന്ന നിമിഷങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ 14-ാം വയസ്സിൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും നിറച്ച് കുട്ടികളുണ്ട്. അന്ന് എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഞാൻ എൻ്റെ ഓർത്തഡോക്സ് സഭയിൽ ഇറങ്ങി വരുമ്പോൾ പലരും കളിയാക്കിയിട്ടുണ്ട്. അന്നത്തെ എല്ലാ സ്വപ്നങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. ജീവിത സാഹചര്യത്തിൽ ഒരു കുഴപ്പമില്ല. എനിക്കത് വീണ്ടും പറയുന്ന എല്ലാവർക്കും എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുടുംബത്തിനെ അറിയാം. ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞത്, ഒരു ദിവസം പപ്പ അവധിക്ക് വന്നപ്പോൾ പപ്പ ഞാൻ ചർച്ചയിൽ വരുന്നില്ല, ഓർത്തഡോക്സ് സഭയിൽ വരുന്നില്ല. പപ്പ എവിടെയൊക്കെ എന്ന് ചോദിച്ചു, കുർബാനയ്ക്ക് പോകണ്ടേ? ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പോകുന്നില്ല. എന്നോട് ഒറ്റൊരു വാക്യം ചോദിച്ചോളൂ, നീ ഇന്ന് പോകുന്നില്ലയോ അത് എന്നേക്കുമായി പോകുന്നില്ല. ഞാൻ എൻ്റെ 14-ാം വയസ്സിൽ ഒന്നും ചിന്തിക്കാതെ ഞാൻ പറഞ്ഞു ഞാൻ എന്നേക്കുമായിട്ട് അങ്ങോട്ട് പോകും. ആ ഒറ്റൊരാഴ്ചയിൽ അടുത്ത ഒരാഴ്ചയിൽ എൻ്റെ പപ്പയിൽ എന്താണ് മാറ്റം വന്നതെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിച്ചത്. പിറ്റേ ദിവസം ഞങ്ങൾ പെന്തക്കോസ്റ്റ് ചർച്ചിലാണ്. സ്വർഗത്തിലെ അപ്പച്ചൻ്റെ കൃപ അത് മാത്രമാണ്. അതിനുപരി എൻ്റെ മാതാവ് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവല്ല. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നത് എൻ്റെ മകൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. അതിൽ നിന്നുണ്ടായ അനുഗ്രഹങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. പട്ടിയാല ഈ അവസരത്തിൽ പപ്പയോടും മമ്മിയോടും മോളിനോടും കുടുംബത്തോടും സജീവങ്ങളോടും പൗരസ്വങ്ങളോടും കുടുംബത്തോടും എല്ലാവരും കുഞ്ഞുങ്ങളോടൊക്കെ അടിയിൽ കുടുംബമായിട്ടായിരിക്കാൻ സത്യത്തിൽ ദൈവം സഹായിച്ചവൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്ത് ചിന്തയ്ക്കായി നമുക്കൊരു വചനം വായിക്കാം. 1 യോഹന്നാൻ 4:4. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനും. ഈ 4:4 അവസാന ഭാഗം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിന്റെ 3-ാം വാക്യം തൊട്ട് വായിക്കണം. യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചു. അതായത് ഈ ലോകത്തിൽ ഓൾറെഡി ആ എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. പക്ഷേ വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ അവരെ ജയിച്ചു. അതായത് നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനുണ്ടോ? നമ്മളിലുള്ളവൻ ആരാണ്? നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട്. പലപ്പോഴും നമ്മുടെ ജീവിത വേളയിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ നമ്മൾ ഉരുവിട്ടുന്ന വചനങ്ങളാണിത്. നമുക്ക് ബലം നൽകുന്ന വചനങ്ങളാണ്. നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. പലപ്പോഴും ഞാനിവിടെ ജോലി ചെയ്യുമ്പോഴും പലപ്പോഴും പല പ്രതിസന്ധികളും വരുമ്പോൾ, പ്രത്യേകിച്ചും വളരെ വ്യത്യസ്തമായ കൾച്ചർ, വ്യത്യസ്തമായ കൂടെ ജോലി ചെയ്യുന്നവര് ചിലപ്പോൾ അവർക്ക് നമ്മുടെ ഫീലിംഗ്സ് മനസ്സിലാവുന്നത്. നമുക്ക് എത്ര പഠിത്തമുണ്ടെന്ന് പറഞ്ഞാലും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ ശരിക്കും അവർ നമ്മളെ താട്ടിക്കളയുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നവര്, ഇല്ല, നിന്നിലുള്ളത് ഇവരിലുള്ളവനേക്കാൾ വലിയവനാണ്. നിന്നിലുള്ളത് നിന്നെ വിളിച്ചു വേർതിരിച്ചതല്ല, സർവശക്തനായ നിന്നിലുള്ളത് പരിശുദ്ധാത്മാവാണ്. അന്ന് മുന്നിലുള്ള ആളെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുവല്ല ചെയ്യുന്നത്. പക്ഷെ നിന്നിലുള്ളത് നീ നിന്നെ തിരിച്ചറിയണം. റോമറിന്റെ പുസ്തകം 8:14 പറയും, അതെ, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മളിലാരാ. നമ്മളെ നടത്തുന്നത് ദൈവാത്മാവാണോ അതോ അശുദ്ധാത്മാവാണോ? ദൈവാത്മാവ് ആരെ നടത്തുന്നു അത് ദൈവമക്കളാണ്. തീർച്ചയായിട്ടും നമ്മൾ ദൈവമക്കളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യ അവസരം തന്നത്. നമ്മൾ ദൈവമക്കളാണ്. അതിന്റെ അവകാശം ആർക്കും വിട്ടുകൊടുക്കാൻ അനുവദിക്കരുത്. അതിന്മേൽ ഒരു ദുഷ്ടശക്തിയും പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. നമ്മൾ അനുവദിച്ചാലേ അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും.
2 കൊരിന്ത്യർ 13:5. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ദൈവാത്മാവ് നമ്മളിലുണ്ടോ എന്ന് നമ്മൾ തന്നെയാണ് പരിശോധിച്ചറിയേണ്ടത്. നമ്മൾ തന്നെയാണ് നമ്മളെ ശോധന ചെയ്യേണ്ടത്. മറ്റുള്ള ആളല്ല നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിക്കും, നിങ്ങളെ തന്നെ ശോധന ചെയ്യും. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട്. ആമേൻ. നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുക നിങ്ങൾ കൊള്ളരുതാത്തവരല്ല. എന്നിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഞാൻ പുറപ്പെടുവിക്കുന്നുണ്ട്, ആത്മാവിന്റെ ഫലങ്ങൾ ഞാൻ പുറപ്പെടുവിക്കുന്നുണ്ട്. എന്റെ സഹോദരനോട് ഞാൻ കരുണ കാണിക്കുന്നുണ്ട്, ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, യഹോവയുടെ നാമമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മൾ സുവിശേഷം അറിയിക്കുന്നവരായി ജീവിക്കണം. അതോടൊപ്പം തന്നെ റോമർ 8:28 ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കാം. ഇങ്ങനെ ദൈവമക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സ്വയം മനസ്സിലായി നമ്മൾ ദൈവമക്കളാണ്, ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത് എങ്കിൽ അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. അതാണ് റോമർ 8:28 പറയുന്നത്. ആമേൻ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നമ്മൾ പലപ്പോഴും അതിന്റെ സെക്കൻഡ് ഹാഫ് എടുത്തു, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പക്ഷെ അതിന്റെ ആദ്യത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും, സകലതും എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോകത്തിൽ കാണുന്ന സൗഭാഗ്യങ്ങള്, പണങ്ങള്, സ്വത്ത്, സമ്പാദ്യം, ജോലി, അത് മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഇരിക്കുന്ന വലിയൊരു അനുഗ്രഹം എന്തുവാന്നറിയാം? എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കഷ്ടത അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ ആരും അത് എടുത്തു പറയുന്നില്ല. ദൈവത്തെ അറിയുന്നവർക്ക് ഏറ്റവും വെച്ചിരിക്കുന്ന അനുഗ്രഹമാണ് കഷ്ടത. ആ കഷ്ടതയിൽ നമ്മൾ ജയിച്ചാൽ ദൈവമാണ് നമ്മളെ ജയിക്കാൻ സഹായിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ ജയിക്കാൻ സഹായിക്കുന്നത്. ജയിച്ചാൽ നമുക്ക് നീതിയുടെ കിരീടമാണ്. അതാണ് ദൈവമക്കളെ നമ്മുടെ അത്യന്താപേക്ഷിതമായ ലക്ഷ്യം, ആ നിത്യജീവൻ. കർത്താവിന്റെ 2ാം വരവിൽ മണവാട്ടിയായി നമ്മൾ എടുക്കപ്പെടും. ആദ്യം വരുന്ന ആദ്യത്തെ ട്രിപ്പിൽ, ചില പാസ്റ്റർമാർ പറയുന്നുണ്ട് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ പോകണം. ആദ്യത്തെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പോകാൻ ഒരുക്കമുള്ളവരായിരിക്കണം. അപ്പൊ ആ സൗഭാഗ്യങ്ങൾ മാത്രമല്ല, അത് കർത്താവിന് ഇഷ്ടമുണ്ടേ ദൈവം തരും. നിങ്ങൾക്ക് ആവശ്യമുള്ള ബേസിക് നീഡ്സ് ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞത്. അത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ബേസിക് നീഡ്സേ ഉള്ളൂ, എക്സ്ട്രാ ആയിട്ടല്ല. കർത്താവ് തരും, അത് കർത്താവിന്റെ വിശ്വസ്തത. പക്ഷെ നമ്മൾക്ക് ചെയ്യാനുള്ളത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി സുവിശേഷം പറയുക, മറ്റുള്ളവരുടെ മുന്നിൽ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക, കഷ്ടതയിലായിരിക്കുന്നവരോട് ദൈവത്തിന്റെ വചനം പറയുക, അവരെ ബലപ്പെടുത്തുക. അത് അങ്ങനെ ചെയ്താൽ, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അവർക്ക് എത്ര വിഷമം വന്നാലും ദുഃഖം വന്നാലും അതെല്ലാം നന്മയ്ക്കാം, അതെല്ലാം നന്മയ്ക്കാം. സ്തോത്രത്തോടെ ഏറ്റെടുക്കുക, സ്തോത്രത്തോടെ. കർത്താവേ, നീ എനിക്ക് നന്മയ്ക്കാ തന്നത്, എന്റെ അനുഗ്രഹത്തിനാണ് തന്നത്. അതിനെ കൂടുതൽ ഒന്നുകൂടെ നിങ്ങളെ അതിൽ ബലപ്പെടുത്താൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം കൂടെ അതിനകത്ത് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് ക്രിസ്ത്യൻ ജീവിതം ഒരു പട്ടുമെത്തയല്ല, എല്ലാവരും ജീവിതം. പണ്ട് ഞാൻ പെന്തക്കോസ്തിലെ കുടുംബമായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ പപ്പയുടെ കുടുംബം പറഞ്ഞതാ, 3 പെമ്മക്കളല്ലേ, അമേരിക്കയിൽ കെട്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അമേരിക്കയിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പെന്തക്കോസ്തിൽ പോയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അത്ര ഒന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ചിന്തയിൽ പെന്തക്കോസ്തിൽ വരിക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക, എല്ലാ സൗഭാഗ്യങ്ങളും റെഡിമെയ്ഡായിട്ട് കിട്ടുക, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്തകൾ. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി, ക്രിസ്തീയ ജീവിതം പട്ടുമെത്തയല്ല. നമ്മളെ വെൽക്കം ചെയ്യാനിരിക്കുന്നത് കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ശോധനകളും ദുരിതങ്ങളും സകലതുവാ. പക്ഷെ യഹോവ പട്ടിണി കിടത്തുന്ന ദൈവമല്ല. യഹോവ പറഞ്ഞ വാഗ്ദത്തമാണ് ബേസിക് നീഡ്സ് ഞാൻ കിട്ടുന്നത്. അതെല്ലാം യഹോവ എനിക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു ടെസ്റ്റിമണി, എൻ്റെ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് ഏകദേശം 5 വർഷം പുറകിലോട്ട് 2020 പ്രിയ വിൻസോ പറഞ്ഞതുപോലെ 2020 ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ
പക്ഷേ അത് അനുഗ്രഹത്തിന്റെ വർഷം. അനുഗ്രഹത്തിന്റെ ഒരു മുന്നോടിയാണ്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. അത്രയേ ഉള്ളൂ. 2020 ജൂൺ മാസത്തിൽ എന്റെ പപ്പയ്ക്ക് സ്ട്രോക്ക് വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്ട്രോക്ക് വന്നു. അപ്പൊ അമ്മ ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു. അത് അത്ഭുതകരമായി ദൈവം രക്ഷിച്ചു. ജൂൺ കഴിഞ്ഞു, ജൂലൈ, ഓഗസ്റ്റ് മാസം ഞാനന്ന് UAE-യിലായിരുന്നു. ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് അച്ഛന് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. എനിക്കൊരു കുഴപ്പമില്ല, പുറമേ നോക്കുമ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഒരു അസുഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. കുട്ടിക്കെല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അച്ഛനും കുഴപ്പമില്ല. പക്ഷെ അച്ഛനൊരു പൾമനോളജിയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പോയി. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയത്. അവിടെ ചെന്ന് ഞാൻ ആ ഡോക്ടറെ കണ്ടിട്ടുണ്ട്. ഒരു ഈജിപ്ഷ്യൻ ഡോക്ടറാ, മുസ്ലിം ഡോക്ടറാ. എനിക്കറിയാം, പേഷ്യൻസിനെയൊക്കെ കാണാൻ വാർഡിൽ വന്നിട്ടുണ്ട്. അപ്പം അവിടെ ചെന്ന് അച്ഛനെ പേഷ്യന്റിന്റെ ചെയറിൽ ഇരുത്തി അച്ഛനെ കൺസൾട്ട് ചെയ്യുന്നതിന് പകരം ആ ഡോക്ടർ എന്നെ അറിയിക്കുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഞാൻ നിന്റെ തൊണ്ടയിലൊന്ന് ടച്ച് ചെയ്തിട്ട്. ഞാൻ വിചാരിച്ചു എന്തായാലും ഡോക്ടർ ഇങ്ങനെ പറയുന്നു. ഡോക്ടറെ അച്ഛനെ പ്രോബ്ലം, അച്ഛനെ അല്ല ഞാൻ നിന്നെ ഒന്ന് ടച്ച് ചെയ്ത് പാൽപേറ്റ് ചെയ്തോട്ടെ പറഞ്ഞ. ആ ശരി. അപ്പൊ പെട്ടെന്ന് ആ ഡോക്ടർ പറയാ, നീ പെട്ടെന്ന് പോയി ഒരു അൾട്രാസൗണ്ട് എടുക്കണം തൊണ്ടേ. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിപ്പോ അച്ഛന്റെ പ്രശ്നത്തിനാണ് വന്നിരിക്കുന്നത്, എന്നെ എന്തിനാ ഇപ്പൊ കൊണ്ട് കാണിക്കുന്നത്, എനിക്ക് ഒരു പ്രശ്നവുമില്ല. അല്ല നീ പോണം, നീ പോയേ പറ്റൂ. ഓക്കെ, ഞാൻ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് സമ്മതിച്ചു. എന്നിട്ട് ഡോക്ടറുടെ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങി. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഡോക്ടർ പറഞ്ഞു കേട്ടില്ല, എനിക്കൊരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയാലോ. അച്ഛൻ എന്തിനാ, വെറുതെ എന്തിനാ, നമുക്ക് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്തിനാ പ്രശ്നത്തിലോട്ടൊക്കെ പോകുന്നത്, എന്തിനാ പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞല്ലേ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ എന്റെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ആയതുകൊണ്ട് എന്റെ ഡോക്ടർമാര് അറിയാവുന്നവരൊക്കെ തന്നെയാണ്. അപ്പൊ അവരോട് ഒരു ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ENT-യിലുള്ള ഡോക്ടർ എനിക്കൊരു അൾട്രാസൗണ്ട് നെക്ക് എടുക്കണം. അങ്ങനെ അവിടെ ഡോക്ടർ പറഞ്ഞു സിസ്റ്റർ ഇപ്പൊ തന്നെ വരാൻ പറഞ്ഞു. അങ്ങനെ പക്ഷെ പിറ്റേ ദിവസം ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു, ചെന്നു. അൾട്രാസൗണ്ട് കഴിഞ്ഞപ്പോഴത്തേന് അവിടുത്തെ ടെക്നീഷ്യൻ ഒരു പാകിസ്ഥാനി സിസ്റ്റർ ആയിരുന്നു, പുള്ളിക്കാരി മുസ്ലിം. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, സിസ്റ്റർ നീ അത്യാവശ്യമായിട്ട് ഡോക്ടറെ കാണണേ. അപ്പൊ എന്തിനൊക്കെ അത്യാവശ്യമൊന്നും. പിറ്റേ ദിവസം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഞാൻ ഡ്യൂട്ടിക്ക് പോയി. പക്ഷെ അച്ഛൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. റിപ്പോർട്ട് എന്തോ ആയെന്നറിയാൻ. ഡോക്ടറുടെ റൂമിൽ ചെന്നപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു, റൈറ്റ് തൈറോയിഡിൽ ഒരു നൊടിയുണ്ട്, ചെറിയൊരു നൊടിയുണ്ട്, 2.5 സെന്റിമീറ്റർ നൊടിയുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല, ആൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അതുകൊണ്ടൊന്നും ചെയ്യണ്ട. ഓക്കെ, അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഡോക്ടറുടെ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ്. അപ്പം ആ ചേട്ടൻ ഇവിടെ എന്താണ് വന്നത്, അപ്പോൾ ഇതുപോലെ പറഞ്ഞു വൈഫിൻ്റെ റിപ്പോർട്ട് കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതുപോലെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി നിങ്ങൾ പെട്ടെന്ന് ആൻഷ്യസ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബയോപ്സി ചെയ്ത് നോക്കാം. ഇല്ല വേണമെങ്കിൽ ചെറിയ നൊടിയുകളാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം 6 മാസം കൂടെ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കാണുന്നതൊന്നും ഒരു പ്രശ്നമില്ലാത്തത്, അതെല്ലാവർക്കും മിക്കവാർക്കും ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ വെളിയിലിറങ്ങിയപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, ഇല്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ ബയോപ്സി ചെയ്ത് നോക്കാൻ. ആ സിസ്റ്റർ തൊട്ട് ഞാനങ്ങനെ വിചാരിച്ചത് എല്ലായിടത്തും നിന്ന് ഒരു നിർബന്ധം വരുന്നത്. എനിക്കൊരു കുഴപ്പമില്ല, ഹസ്ബൻഡിനും കുഴപ്പമില്ല. ഈജിപ്ഷ്യൻ ഡോക്ടർ ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, എന്നെ നിർബന്ധിക്കുന്നു. പാകിസ്ഥാനി സിസ്റ്റർ എന്നെയുമായിട്ട് ഒരു ബന്ധവുമില്ല, എന്നെ നിർബന്ധിക്കുന്നു. മറ്റേ മൂന്നാമത് കണ്ട സിസ്റ്റർ മലയാളി, പക്ഷെ ജസ്റ്റ് ഹൈ ബൈ ബന്ധമേ ഉള്ളൂ, കൂടുതൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. നിർബന്ധം, നമ്മളെ നിർബന്ധിക്കുന്നു. അപ്പൊ അങ്ങനെ ഓക്കെ, ആ സിസ്റ്ററിന്റെ നിർബന്ധപ്രകാരം വീണ്ടും ഡോക്ടറെ പോയി ബയോപ്സി ചെയ്തു. ഞാൻ പെട്ടെന്ന് പറയാം. അപ്പം അങ്ങനെ ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്തിട്ട് ഞാൻ കൂളായിട്ടിരിക്കും, ഒരു കുഴപ്പമില്ല. 3-4 ദിവസം ഓഫാണ്, ഓഗസ്റ്റ് മാസമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഗസ്റ്റ് 29 വീണ്ടും ഡ്യൂട്ടിക്ക് കയറി. അപ്പോഴേ ഓർത്ത് ഓക്കെ എന്റെ ബയോപ്സി റിപ്പോർട്ട് വന്നു കാണുമായിരിക്കുമല്ലോ. പെട്ടെന്ന് ഡ്യൂട്ടി ചെയ്തോണ്ടിരുന്ന വഴിയിൽ ഞാൻ എടുത്ത് എന്റെ ഫയൽ തുറന്നു നോക്കി. ഫയൽ തുറന്നു നോക്കിയപ്പം പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമ എന്റെ ഫയലിൽ ഞാൻ ക്ലോസ് ചെയ്തു. വീണ്ടും തുറന്നപ്പോഴത്തേന് അല്ല, എന്റെ പേര് തന്നെ സജിനി കുറ്റപ്പുരയിൽ പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമ, അതൊരു തൈറോയ്ഡ് ക്യാൻസർ, അത് മെഡസ കാറ്റഗറി 6 ഹൈ ഗ്രേഡ്. പ്രൈസ് ദി ലോർഡ്. ആരും
അവന്റെ സന്തോഷിപ്പേൻ, സന്തോഷിപ്പേൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പേൻ. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ പേടിക്കണ്ട. ആമേൻ. പക്ഷെ ഞാനന്നേരം എന്റെ ഫയൽ ക്ലോസ് ചെയ്തിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, നീ എന്റെ ഫയൽ തുറന്നു നോക്കാൻ. അപ്പൊ പുള്ളി തുറന്നു എന്നോട് പറഞ്ഞു, അതെ നിന്റെ ഫയൽ തന്നെയാണ് ഈ ഡയഗ്നോസിസ് കറക്റ്റ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ എന്റെ റിയാലിറ്റിയിലോട് വന്നത്. ആ കർത്താവേ സ്തോത്രം, 33 വയസ്സേ ഉള്ളൂ, എന്റെ കൊച്ചിന് 3 വയസ്സേ ഉള്ളൂ. ഇപ്പോഴേ വന്നു ഗിഫ്റ്റ്. എന്റെ കൊച്ചിന് ഒരു 10 വയസ്സായിരുന്നെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു എന്ന് അത് മാത്രമേ ചോദിച്ചുള്ളൂ. എന്തിനാ ദൈവം എനിക്കിത് തന്നേന്ന് ഞാൻ ചോദിച്ചില്ല. എന്റെ കുഞ്ഞിന് 10 വയസ്സായിരുന്നെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്ന് മാത്രമേ ഞാൻ കർത്താവിനോട് പറഞ്ഞു. ആമേൻ. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഡോക്ടറുടെ ഫോളോ അപ്സ് ഒക്കെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ആമേൻ. ആമേൻ. സകലതും ദൈവം ഒരുക്കിയിരിക്കുന്ന സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. അത് നിന്റെ തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്, നിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ആമേൻ. ദൈവമക്കളെ, പരിപൂർണമായി നമ്മൾ ദൈവത്തെ വിശ്വസിക്കും. നീ എനിക്ക് എന്ത് തന്നാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ കർത്താവ് എന്നെ പിടിച്ച് നിലനിർത്തുന്ന ദൈവമാണ്. എനിക്ക് എന്ത് വന്നാലും നിന്റെ ഹിതം മാത്രമേ എന്റെ ജീവിതം, നിന്റെ ഹിതം മാത്രമേ കിട്ടൂ. ആമേൻ. തുടർന്ന് ഫോളോ അപ്സ് ചെയ്തു. മെയിൻ കൺസൾട്ടന്റിനെ തന്നെ എനിക്ക് കിട്ടി. EHG ഡോക്ടർ പറഞ്ഞു, ആർക്കും ഈ ഒരു സ്റ്റേജിൽ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും സ്റ്റേജ് 3, സ്റ്റേജ് 4 ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് തൈറോയ്ഡ് ക്യാൻസർ വളരെ ചെറുതായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ നീ എങ്ങനെ സ്റ്റേജ് 1 കണ്ടുപിടിക്കപ്പെട്ടു. ആമേൻ. എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ശരീരത്തിൽ എന്തോ രോഗം വളരുന്നു എന്ന് ഈജിപ്ഷ്യൻ ഡോക്ടർ എന്തിനാ എന്നോട് പറയുന്നത്? കർത്താവിന് വേണമെങ്കിൽ ദൂതന്മാരെ നിനക്ക് എവിടെ വേണമെങ്കിലും ഇറക്കി തരാം. തീച്ചുളയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം, സിംഹക്കുഴിയിൽ ഇറങ്ങി വരുന്ന ദൈവം എനിക്ക് വേണ്ടി ഒരു ഈജിപ്ഷ്യൻ ഡോക്ടറിനെ അയച്ചു തന്നു. എനിക്ക് വേണ്ടി ഒരു പാകിസ്ഥാനി സിസ്റ്ററിനെ അയച്ചു തന്നു. നിർബന്ധം നീ അത് പോയി നീ ചെയ്യണം. അനേകർക്ക് നീ ഒരു സാക്ഷിയായി തീരണം. കർത്താവ് നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ പണിതെടുക്കാനാണ്. ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടി നിന്നെ പണിതെടുക്കാനാണ്. കർത്താവ് എന്നെ വെറുതെ വിട്ടില്ല, എന്നെ നശിപ്പിച്ചില്ല. എന്റെ ദൈവം എന്നെ അവൻ നിലനിർത്തി. അവൻ പക്ഷെ ആ ഒരു സാഹചര്യത്തില് എനിക്ക് എന്റെ പപ്പ മമ്മിയോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എന്റെ പപ്പയ്ക്ക് സ്ട്രോക്ക് വരിക. അവർക്ക് എങ്ങനെ അത് സ്വീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആ സമയത്താണ് സജിനു പ്രഗ്നന്റ് ആയിരിക്കുന്നതും സാഗോക്കിന് 7ാം മാസമായിരുന്നു. അവർക്ക് പറ്റത്തില്ല ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ. അവർക്ക് BP കൂടിയിരിക്കുന്ന സമയങ്ങളാണ്. കൊറോണ സമയമാണ്. ആർക്കും ഞങ്ങളുടെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഞങ്ങൾ അബുദാബി ബോർഡർ ക്ലോസ് ചെയ്തിരിക്കുക. അന്ന് എല്ലാവരും ഉണ്ട്. എന്റെ അച്ഛൻ്റെ സിസ്റ്റർ ഉണ്ട് അവിടെ, സിസ്റ്ററിലോ ഫാമിലി ഉണ്ട്, എന്റെ 2 സിസ്റ്റേഴ്സ് ഫാമിലി ഉണ്ട്, പപ്പ മമ്മി നാട്ടിലുണ്ട്. എനിക്ക് എല്ലാം ഉണ്ട് അവിടെ. പക്ഷെ ആർക്കും ഞങ്ങളുടെ അടുത്ത് വരാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ചില സാഹചര്യങ്ങൾ വരും. എല്ലാവരും ചുറ്റുവട്ടത്തുണ്ട്. പക്ഷേ ആർക്കും നമ്മുടെ അടുത്തെത്താൻ പറ്റത്തില്ല. കാരണം എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തു. അതാണ് നമ്മുടെ സങ്കീർത്തനം 139 പറഞ്ഞു, നീ മുൻപും പിന്നും എന്നെ അടച്ചു, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. നീ മുൻപും പിന്നും എന്നെ അടച്ചു, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ആമേൻ. ഭാരമുള്ള കൈയല്ല, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കൈയാണ്. ആമേൻ. പക്ഷെ നീ അവിടെ മനസ്സിലാക്കണം, നിന്റെ ആ ഇൻസ്റ്റലേഷനില് നീ അവിടെ സന്നിധിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവത്തെ നീ കാണണം. ആമേൻ. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അങ്ങനെയല്ല ഫോളോ അപ്പ് ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു സ്റ്റേജ് 1 ആണ്, ഒരു കുഴപ്പമില്ല. കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ എവിടെയൊക്കെ പോകുമെന്ന് അറിയത്തില്ലായിരുന്നു. ഭയപ്പെടേണ്ട. സിറ്റ് ചെയ്തു, എല്ലാം ചെയ്തു. അപ്പൊ നമുക്ക് ടോട്ടൽ തൈറോയ്ഡക്ടമി ചെയ്യാം, അതിനെ റിമൂവ് ചെയ്യാം, വെച്ചോണ്ടിരിക്കേണ്ട. കാരണം കുറച്ച് അഗ്രസീവ് ടൈപ്പാണ്. പക്ഷെ അത് വെക്കണ്ട. പക്ഷെ എന്റെ കർത്താവ് വിശ്വസ്തൻ. ആമേൻ. അത് ദൈവം സഹായിച്ച് അത് എടുത്ത് കളയുവാൻ ദൈവം സഹായിച്ചു. ടോട്ടൽ തൈറോയ്ഡക്ടമി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അയഡിൻ തെറാപ്പി ഉണ്ടായിരുന്നു. അയഡിൻ തെറാപ്പി കഴിഞ്ഞു. എനിക്ക് ഒരു കുഴപ്പമില്ല. അയഡിൻ തെറാപ്പി കഴിഞ്ഞിട്ട് 20 ദിവസം ഐസൊലേഷൻ ആയിട്ടിരിക്കണം. അതായത് റേഡിയോ ആക്റ്റീവ് അയഡിനാണ് തരുന്നത് നമ്മുടെ ശരീരത്തിൽ. അപ്പൊ എന്റെ ശരീരം ചാർജ് പറഞ്ഞാൽ അതിന്റെ തൈറോയ്ഡ് സെല്ലിനെ കില്ല് ചെയ്യുകയോ ചെയ്യും. തൈറോയ്ഡ് സെല്ലിനെ ഇല്ലാതാക്കണം. കാരണം ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിൽ അതിനെ കൊല്ലുക. അതാണ് ആ ട്രീറ്റ്മെന്റിന്റെ ഉദ്ദേശം. പക്ഷേ അതെടുത്തിട്ട് എനിക്ക് കുഞ്ഞുങ്ങളുടെ അടുത്തോ മറ്റു നോർമൽ തൈറോയ്ഡ് ഉള്ളവരുടെ അടുത്തോ പോകാൻ പറ്റില്ല. കാരണം അത് അവരുടെ സെല്ലിനെ കൊല്ലും. അപ്പൊ 20 ദിവസം
കൊടുത്താലും അതിനെ എടുത്ത് കളയണം. കാരണം ഞാൻ ചാർജ് ആവും. അവരെന്നും രാവിലെ വന്ന് വലിയൊരു സ്കെയിലും കൊണ്ട് എന്നെ ആക്കും. അപ്പൊ അറിയാം ടെക്നിക്കും പറഞ്ഞ ചാർജ് മേപ്പോഴും ഞാൻ ചാർജ് കൂടി പോലെ ബാറ്ററി പോലെ ഇരിക്കും. കാരണം വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അത് അവരുടെ സെല്ലിനെ കൊല്ലും, നോർമൽ സെല്ലിനെ കൊല്ലും. അങ്ങനെ എന്നെ ഒരു ആദ്യം ലെഡ് റൂമിലാണ് വെച്ചത്. ലെഡ് റൂമിൽ പിന്നെ 20 ദിവസം ഐസൊലേഷൻ ആയിട്ട് അവിടെ തന്നെ എനിക്ക് റൂമിലൊന്ന് മാറ്റി. അന്ന് ഞാൻ എന്റെ ദൈവത്തിന്റെ മഹത്വം കണ്ടു. ഞാൻ തന്നെ ഇരിക്കുന്ന നിമിഷം, കാരണം എനിക്കൊന്നും ടച്ച് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ബൈബിൾ പോലും തൊടാൻ പറ്റില്ല. ഞാൻ എന്ത് ടച്ച് ചെയ്താലും അതെടുത്ത് കളയാം. ബെഡ്ഷീറ്റ്, ഡ്രസ്സ് എല്ലാം. അതുകൊണ്ട് എനിക്കൊന്നുമില്ല. പക്ഷെ പേരും പേപ്പറും പിന്നെ അച്ഛന് എനിക്ക് ഒരു ഐഫോണിനകത്ത് കുറെ പുസ്തകങ്ങളും പത്രങ്ങളും തന്നു. പക്ഷെ അതെനിക്ക് കേട്ട് കഴിഞ്ഞാലും ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും എല്ലാം എടുത്ത് കളയാനേ പറ്റും, എടുക്കാൻ പറ്റില്ല. പക്ഷെ ബൈബിൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ബൈബിൾ നമുക്ക് കളയാൻ പറ്റില്ല. പക്ഷെ സാരമില്ല, ആ സമയത്താണ് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന വാക്യങ്ങളെല്ലാം നമുക്ക് വരുന്നത്. ബൈബിള് നമ്മുടെ എടുത്തില്ല, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ എടുത്തില്ല, മൊബൈൽ നമ്മുടെ എടുത്തില്ല, നമ്മുടെ ഹസ്ബൻഡ് ഇല്ല നമ്മുടെ അടുത്ത്, നമ്മുടെ കുഞ്ഞില്ല, നമ്മുടെ ആരുമില്ല. പക്ഷെ നമുക്ക് എല്ലാവരും ചുറ്റുവറ്റത്തുണ്ട്, എല്ലാവരും ചുറ്റുവറ്റത്തുണ്ട് മക്കളെ. പക്ഷെ അവർക്ക് ആർക്കും നമ്മുടെ എടുത്ത് വരാൻ പറ്റത്തില്ല. അത് വളരെ ബുദ്ധിമുട്ടേറിയ അവസരമാണ്. പക്ഷേ അതിന്റെ നടുവിൽ ഇറങ്ങി വരാൻ ഒരു ഐസൊലേഷനെ വേണ്ടാതെ നമ്മുടെ നടുവിൽ ഇറങ്ങി വരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം, സർവശക്തനായ ദൈവമുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവൻ ആ ദൈവം എന്നെ ബലപ്പെടുത്തി. ആ 20 ദിവസവും ഞാനും എന്റെ അപ്പച്ചനും കൂടി ഇരുന്നു പ്രാർത്ഥിക്കാം. അവനെ ബലപ്പെടുത്തി. ആ 20 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞ വലിയൊരു സ്കാൻ, പെറ്റ് സ്കാൻ. അതിനകത്ത് അറിയാം എവിടെങ്കിലും ബാക്കിയുണ്ടോ എന്ന്. ഞാൻ ധൈര്യത്തോടെ ഇരുന്നു. കർത്താവ് എനിക്ക് എന്ത് തന്നാലും ഞാൻ സന്തോഷത്തോടെ കർത്താവിനെ നിലനിർത്തും. ഞാൻ ഇറങ്ങിയ സമയത്ത് 14 വയസ്സിൽ എന്നോട് പറഞ്ഞു, യഹോവയുടെ വചനം അനേകരുടെ മുന്നിൽ പറയാൻ ഞാൻ എന്റെ ജാതികൾക്ക് പ്രകാശമാണ് വെച്ചിരിക്കുന്നത്. കർത്താവ് അത് നിറവേറ്റു. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ആമേൻ. അങ്ങനെ ഞാൻ 20 ദിവസത്തിന് ശേഷം സ്കാൻ ചെയ്തു. അത്ഭുതകരമായി എന്റെ കർത്താവ് ആരോഗ്യത്തിൽ നിന്ന് വിടുവിച്ചു. അത്ഭുതകരമായി വിടുവിച്ചു. അത്ഭുതകരമായി വിടുവിച്ചു. അപ്പോഴാണ് എനിക്ക് ഈ വചനം ഒന്നും കൂടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. സകലതും, കഷ്ടതയായാലും ദുഃഖമായാലും ദുരിതമായാലും ഈ പിടിച്ച വിശ്വാസം മുറുകെ പിടിക്കുക, മുറുകെ പിടിക്കുക. ദൈവം നമ്മളെ അനാഥരായി നമ്മളെ വിടുന്നില്ല, ഒരിക്കലും ലജ്ജിപ്പിക്കില്ല. കർത്താവ് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ നടത്തുന്ന ദൈവം. നിത്യജീവന്റെ വരെ, ആ മണവാട്ടിയായി എടുക്കുന്ന നാൾ വരെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുക. വിശ്വസ്തത, വിശുദ്ധിയോടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി. അതിന്റെ ഒരു വാക്യം കൂടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമർ 8:31. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. അതെ, ലോകത്തിലെ ആരൊക്കെ പ്രതികൂലം വന്നാലും, ഏതൊക്കെ ആളുകൾ പ്രതികൂലം വന്നാലും, ആരൊക്കെ കളിയാക്കിയാലും, എനിക്കിനി ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞാലും ഒന്നും വേണ്ട, എനിക്ക് ഈ ലോകത്തിൽ ഒന്നും വേണ്ട, പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് അവിടെ മതി, എന്റെ അപ്പച്ചന്റെ അടുത്ത് മണവാട്ടിയായിട്ട് എനിക്ക് നിന്നാൽ മാത്രം മതി. ആമേ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാകട്ടെ. അതോടൊപ്പം തന്നെ ഒരു വാക്യം കൂടെ, 2 കൊരിന്ത്യർ 7:10. ഞാൻ എപ്പോഴും വായിക്കുന്നത് ഒരു വചനമാണ്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം പിന്തിരിയാത്തതും രക്ഷയിലേക്ക് നടത്തുന്നതുമായ മാനസാന്തരത്തെ ഉളവാക്കുന്നു, ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ആമേൻ. നമുക്ക് ദൈവഹിത പ്രകാരമുള്ള ദുഃഖമുണ്ട്, അത് നമ്മളെ രക്ഷയിലേക്ക് നടത്തുന്ന മാനസാന്തരത്തെയാണ് ഉളവാക്കുന്നത്. പക്ഷെ ഈ ലോകം തരുന്ന ദുഃഖം നമുക്ക് പല ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കഷ്ടതകളും അവസാനം മരണവും കിട്ടും. അത് വരാതെ ദൈവഹിത പ്രകാരമുള്ള ദുഃഖമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്ന് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കുക. വിശുദ്ധിയോടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ടിരിക്കുന്ന ദൈവമക്കളായിട്ട് പരസ്പര സ്നേഹത്തോട്, സന്തോഷത്തോട്, സമാധാനത്തോടും അന്ത്യം വരെ കർത്താവിന് വേണ്ടി നിലനിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി പാസ്റ്ററോടും എല്ലാ പിതാക്കന്മാരോടും സഭയോടും എന്നെ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും